ശബരിമല വിഷയത്തിൽ ബി.ജെ.പി. കേരള നേതൃത്വം വീണ്ടും പ്രതിസന്ധിയിൽ. ദേശീയ കൌൺസിൽ ശബരിമല വിഷയത്തിൽ യാതൊരു ഉറപ്പും നൽകാത്തതോടെ ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പ് വീണ്ടും വ്യക്തമാകുന്നു. രാഷ്ട്രീയ നേട്ടത്തിനായി അണികളെയും വിശ്വാസികളെയും തെരുവിലിറക്കിയതിന് സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ട സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അയോധ്യ ശബരിമല വിഷയങ്ങൾ വികാരപരമായി നിലനിർത്തി വോട്ടാക്കി മാറ്റുക, അതിലുപരിയായി ഈ വിഷയങ്ങളിൽ ബി.ജെ.പിക്ക് പ്രശ്നപരിഹാരത്തിന് യാതൊരു താല്പര്യവുമില്ല. ഇക്കാര്യം അടിവരയിടുന്നതായിരുന്നു ബി.ജെ.പി. ദേശീയ കൌൺസിലിലെ രാഷ്ട്രീയ പ്രമേയം. ദേശീയ നേതൃത്വത്തിന്റെ ഈ നിലപാടോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് കേരളത്തിലെ ബി.ജെ.പിയാണ്. വിശ്വാസികൾക്കായി നിലകൊള്ളുന്നുവെന്നും വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാമെന്നുമുള്ള വാഗ്ദാനങ്ങളായിരുന്നു കേരളത്തിൽ ബി.ജെ.പി. നടത്തിയത്. എന്നാൽ രാഷ്ട്രീയ പ്രമേയത്തിൽ ശബരിമലയെക്കുറിച്ച് യാതൊന്നും മിണ്ടാഞ്ഞതോടെ ഇതൊക്കെ പൊള്ളവാഗ്ദാനങ്ങളാണെന്ന് തുറന്നുകാട്ടപ്പെട്ടു. വിഷയം രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ നേരത്തെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പുതിയ സംഭവത്തോടെ അണികളോട് വിശദീകരണം നൽകാൻ നേതാക്കൾ ഏറെ വിയർക്കേണ്ടി വരും. സമാനമായ സാഹചര്യമാണ് അയോധ്യ വിഷയത്തിലുമുള്ളത്. അയോധ്യ വിഷയത്തിലും യാതൊരു ഉറപ്പും നൽകാതെയായിരുന്നു ദേശീയ കൌൺസിൽ രാഷ്ട്രീയ പ്രമേയം പാസാക്കിയത്. എന്തെങ്കിലും വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചാൽ എന്തുകൊണ്ട് ഓർഡിനൻസ് കൊണ്ടുവന്നില്ല എന്നുൾപ്പെടെ ബി.ജെ.പിക്ക് പറയേണ്ടി വരും. അയോധ്യ വിഷയം പ്രമേയത്തിൽ നിന്ന് ഒഴിവാക്കിയത് ബി.ജെ.പിക്ക് മറ്റൊരു തരത്തിൽ തിരിച്ചടിയാണ്. ശിവസേനയും മറ്റ് തീവ്ര ഹിന്ദു സംഘടനകളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബി.ജെ.പിയെ വിമർശിക്കാനിടയുണ്ട്. അതിനാൽ തന്നെ അയോധ്യ വിഷയം പ്രമേയത്തിൽ നിന്ന് ഒഴിവാക്കിയത് ബി.ജെ.പിക്ക് മറ്റൊരു തരത്തിൽ വലിയ തിരിച്ചടിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ നിലപാട് മാറ്റി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന വാദത്തിൽ കഴമ്പുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ദുബായിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഭരണഘടനാ സ്ഥാപനങ്ങളെ ഓരോന്നായി തകർക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ താൻ നേരത്തെ സ്വീകരിച്ച നിലപാടല്ല ഇപ്പോഴുള്ളതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന വാദത്തിലും സ്ത്രീകൾക്ക് തുല്യത ലഭിക്കണമെന്നുള്ള വാദത്തിലും കഴമ്പുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ശബരിമല വിഷയം സങ്കീർണമാണ്. എന്നാൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയില്ലേ എന്ന ചോദ്യത്തിന് അതേപ്പറ്റി ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. My initial position was different than my position today. After I've heard the arguments of the people of Kerala, I can see validity in both arguments. I can see validity in the argument that tradition needs to be protected, and I can see validity in the argument that women should have equal rights. So I'm actually, I wouldn't be able to tell you give you an open and shut position on this. And it is actually after I spoke to the people of Kerala, the PCC and the team in Kerala, that they explained to me the details of it, where I said, okay, actually this is much more complicated, and both sides have a valid position. I think I leave it to the people of Kerala to decide. That's what I told my unit over there, that look, we leave it to you. You have to decide what the will of the people of Kerala is. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെയും ജനങ്ങളുടെയും അഭിപ്രായം കേട്ടതിൽ നിന്നാണ് കാര്യങ്ങൾ വ്യക്തമായതെന്നും ശബരിമല വിഷയത്തിലെ തന്റെ മുൻ നിലപാട് മാറ്റിയതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ടി ജമാലുദ്ദീൻ, ദുബായ്. ദേശീയ തലത്തിൽ മുന്നണി രൂപീകരണം ഇപ്പോൾ പ്രായോഗികമല്ലെന്നും അതിന് സാധ്യതയില്ലെന്നും പ്രകാശ് കാരാട്ട്. ഉണ്ടാകേണ്ടത് UP മോഡൽ സഖ്യങ്ങളെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. കോൺഗ്രസുമായി ദേശീയ തലത്തിൽ സഖ്യമുണ്ടാക്കാതെ ബി.ജെ.പിയെ പരാജയപ്പെടുത്താനാകില്ല എന്ന് താൻ പറഞ്ഞതായി ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകാശ് കാരാട്ട് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കുവൈറ്റിൽ നിന്ന് കൈരളി ടിവിയോട് സംസാരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്. ദേശീയ അടിസ്ഥാനത്തിൽ ഒരു സഖ്യവും വരുന്ന തെരഞ്ഞെടുപ്പിൽ സാധ്യമാകില്ലെന്ന് പ്രകാശ് കാരാട്ട്. രാഷ്ട്രീയമായി ഇത് പ്രായോഗികവുമല്ല. ചില പ്രാദേശിക പാർട്ടികൾ ചേർന്ന് ഫെഡറൽ മുന്നണി ഉണ്ടാക്കാനുള്ള നീക്കമുണ്ട്. ഇതും പ്രയോഗ സാധ്യതയുള്ള നിർദ്ദേശമല്ലെന്നും പ്രകാശ് കാരാട്ട് കുവൈറ്റിൽ കൈരളി ടിവിയോട് പറഞ്ഞു. I wish to state again that there can be no national level alliance for the coming Lok Sabha elections. Some people are asking whether there can be a Congress-led national alliance of all opposition parties. This is not possible, nor is it politically feasible, nor is it going to be some sort of alliance like the Federal Front, where some regional parties
are saying they will form a federal front. This will also not be a practicable proposition. What our party thinks is that in different states, according to the combination of forces there may be regional parties or there may be other parties, they will have to come to an understanding against the BJP. If they all work out a state-wise understanding, that will be the effective way to defeat the BJP. After that will come the question of what should be the form and composition of the secular government. That can be looked into later. But immediately what is necessary is in each state we should try to get the main forces who are against the BJP to cooperate. That will help in isolating and defeating the BJP, just as what has happened now in Uttar Pradesh. അടുത്ത തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സഖ്യ സാധ്യതകളെപ്പറ്റി കഴിഞ്ഞ ദിവസം കുവൈത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായ വിധത്തിലാണ് പല മലയാള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. കോൺഗ്രസുമായി ദേശീയ തലത്തിൽ സഖ്യമുണ്ടാക്കാതെ BJPയെ പരാജയപ്പെടുത്താനാകില്ല എന്ന് കാരാട്ട് പറഞ്ഞതായാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകാശ് കാരാട്ട് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. TV ഹിക്മത്ത്, കൈരളി ന്യൂസ്, കുവൈത്ത്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനാണ് സംഘപരിവാർ ശ്രമമെന്ന് CPIM PB അംഗവും മുൻ ജനറൽ സെക്രട്ടറിയുമായ പ്രകാശ് കാരാട്ട് പറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുവൈറ്റിൽ കലാ കുവൈറ്റ് 40ാം വാർഷിക സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാരാട്ട്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനാണ് സംഘപരിവാര ശ്രമമെന്ന് CPIM മുൻ ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പ്രകാശ് കാരാട്ട്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം കുവൈറ്റിൽ കലാ കുവൈത്തിന്റെ 40ാം വാർഷിക സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് പ്രകാശ് കാരാട്ട് ഇക്കാര്യം വ്യക്തമാക്കിയത്. The regime that we have in India today has an ambitious agenda, an agenda to transform what is the Indian Constitution, the Republican Constitution, and they have set themselves the goal of creating a new India by 2022. But what is that new India going to be? The powers that be that rule the country today, the forces which are now controlling the instruments of state power and the institutions of the state, want nothing less than creating a Hindu Rashtra. കുവൈത്തിൽ നിന്ന് ക്യാമറാമാൻ രഘു പെരാമ്പ്രക്കൊപ്പം TV ഹിക്മത്ത്, കൈരളി ന്യൂസ്. രാഷ്ട്രീയ മുതലെടുപ്പിനായി സർക്കാർ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്യുന്നത് ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ തകർന്ന സാമ്പത്തിക നിലയും ജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ നൽകാനുള്ള സർക്കാർ സംവിധാനങ്ങൾ താളം തെറ്റുന്ന കാഴ്ചയും ഓരോ ഇന്ത്യക്കാരനെയും വേദനിപ്പിക്കുന്നതായും രാഹുൽ ഗാന്ധി പറഞ്ഞു. അബുദാബിയിൽ ഇന്ത്യൻ ബിസിനസ് പ്രൊഫഷണൽ ഗ്രൂപ്പ് സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. മറ്റു വാർത്തകൾ കൂടി നോക്കാം. എറണാകുളം പഴന്തോട്ടം പള്ളിയിൽ യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിന് താൽക്കാലിക പരിഹാരം. ഓർത്തഡോക്സ് വിഭാഗത്തിന് പുതിയ പള്ളിയിലും യാക്കോബായ വിഭാഗത്തിന് പഴയ പള്ളിയിലും ആരാധന നടത്താൻ ധാരണയായി. RDOയുടെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിലാണ് തീരുമാനം. ഇതോടെ യാക്കോബായ സഭാധ്യക്ഷൻ തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവ പള്ളിക്ക് മുന്നിൽ നടത്തിവന്ന ഉപവാസം അവസാനിപ്പിച്ചു. ഓർത്തഡോക്സ് വിഭാഗം ഇന്നലെ പുലർച്ചെ 3 മണിയോടെ പൂട്ടുപൊളിച്ച് പള്ളിയിൽ പ്രവേശിച്ചതാണ് പഴന്തോട്ടം സെന്റ് മേരീസ് പള്ളിയിൽ ഇരുവിഭാഗവും തമ്മിലുള്ള തർക്കത്തിന് കാരണമായത്. തുടർന്ന് യാക്കോബായ സഭാധ്യക്ഷൻ തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ ഉപവാസം തുടങ്ങുകയായിരുന്നു. ആർത്തവ ഐത്തത്തിനെതിരെ സംഘടിപ്പിച്ച ആർപ്പോ ആർത്തവം പരിപാടിക്ക് കൊച്ചിയിൽ തുടക്കം. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായി നടന്ന ആർത്തവ റാലി സ്ത്രീ മുന്നേറ്റത്തിന്റെ നേർക്കാഴ്ചയായി. വിശ്വാസത്തിന്റെ പേരിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് RSS ശ്രമിക്കുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്ത തമിഴ് ചലച്ചിത്ര സംവിധായകൻ പ. രഞ്ജിത്ത് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കും. ശബരിമല യുവതീ പ്രവേശന വിധിയെ തുടർന്ന് ആർത്തവം അശുദ്ധിയെന്ന് പ്രഖ്യാപിച്ച് തെരുവിലിറങ്ങിയവർക്കുള്ള മറുപടിയായാണ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ആർപ്പോ ആർത്തവം പരിപാടി കൊച്ചിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്.
പരിപാടിക്ക് തുടക്കമിട്ട് നടന്ന ആർത്തവ റാലി സ്ത്രീ മുന്നേറ്റത്തിന്റെ വേറിട്ട കാഴ്ചയായി. പ്രായഭേദമില്ലാതെ സ്ത്രീകളും കുട്ടികളും ഭിന്നലിംഗക്കാരും തുല്യനീതിക്ക് വേണ്ടി പോരാടുന്ന പുരുഷന്മാരും റാലിയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന സമ്മേളനം തമിഴ് സിനിമ സംവിധായകൻ പാരഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. വിശ്വാസത്തിന്റെ പേരിൽ സ്ത്രീകളെ തന്നെ സ്ത്രീകൾക്കെതിരാക്കാനാണ് RSSന്റെ ശ്രമമെന്ന് പാരഞ്ജിത്ത് പറഞ്ഞു. நம்ம எப்ப ஃபார்வர்டா திங்க் பண்ண போறோம், ஃபார்வர்டா போறோம். அப்ப கூட இங்க பாருங்க, ரொம்ப முக்கியமானது என்னன்னா பெரும்பான்மை சமூகம் அவங்க சமூகத்துக்குள்ள தேவைப்படுகிற சட்டத்தை ரொம்ப அனாவசியமா பாஸ் பண்ணி ஏத்துக்கிறாங்க. அவங்களுக்கு தேவை ஒரு சட்டம், ஒரு தேவைன்னா அந்த சட்டத்துக்கு எந்த எதிர்ப்புமே இல்லாம ரொம்ப இயல்பா எடுத்துக்கிறாங்க. ஆனா இங்க இருக்கிற இந்திய பாரம்பரிய மரபு என்பதே சாதியாவும் மதமாவும் இருக்கிறப்போ அந்த சாதிக்கும் மதத்துக்கும் ஏதாவது ஒரு பங்கம் வருதுன்னா உடனே அதை எதிர்த்து இங்க இருக்கிற ஒன்றா இருக்கிற மக்களை செப்பரேட் பண்ணி நீ வேற நான் வேற. ആർത്തവത്തിന്റെ പേരിൽ അശുദ്ധി കൽപ്പിച്ച സ്ത്രീകളെ അപമാനിക്കുന്നവർക്കുള്ള ശക്തമായ മറുപടിയാണ് ആർത്തവം പരിപാടിയെന്ന് സംഘാടകരിൽ ഒരാളായ അഡ്വക്കേറ്റ് TB മിനി പറഞ്ഞു. നാമജപ യാത്രകൾ കണ്ട് കേരളത്തിലെ മടുത്ത ഒരു സാഹചര്യത്തിൽ അതിനെതിരായിട്ടുള്ള ഒരു ബദൽ സാംസ്കാരിക അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിച്ച ആർത്തവ ശരീരം എന്ന ശാസ്ത്ര പ്രദർശനം ആർത്തവ വേദിയിലെ ശ്രദ്ധേയമായ കാഴ്ചയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആനി രാജ, CK ജാനു, സുനിൽ P ഇളയടം തുടങ്ങിയ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രധാന വാർത്തയിലേക്ക്. സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച തട്ടിപ്പുകൾ വ്യാപകം. അംഗീകൃത സ്വർണ്ണ വ്യാപാരികളുടെ ആഭരണങ്ങളുടെ മാതൃകയിൽ മറ്റ് ലോഹങ്ങളിൽ പണിതാണ് തട്ടിപ്പ്. തട്ടിപ്പിന് പിന്നിൽ വൻ സംഘം. കുട്ടനാട്ടിലെ ചില പണമിടപാട് കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ഡിസംബറിൽ തട്ടിപ്പുകൾ നടന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങളിലെത്തി സമീപ പ്രദേശങ്ങളിലെ മേൽവിലാസം നൽകിയാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അത് ഈ 916 സീലും കടയുടെ സീലും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആയിരുന്ന പെണ്ണ് കൂടുതലായിട്ടൊന്നും നോക്കിയില്ല. അപ്പോൾ അടുത്ത പ്രദേശമായത്, അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു നാട്ടിൻ പ്രദേശമാണല്ലോ. ഇപ്പോൾ നാട്ടിൻ പ്രദേശമായതുകൊണ്ട് അങ്ങനെ ID പ്രൂഫോ അല്ലെങ്കിൽ വേറെ ഒന്നും മേടിക്കുന്ന അങ്ങനെ എല്ലാം അറിയാവുന്ന ആൾക്കാർക്കാണെന്നുള്ള രീതിക്ക് അങ്ങ് എടുത്തതാണ്. അത് 2 അഡ്രസ്സിൽ 2 പേരാവുന്ന പണയം വെച്ചത്. സ്ഥിരമായിട്ട് നമുക്ക് ഗോൾഡ് കൈകാര്യം ചെയ്യുന്നവർക്കേ പെട്ടെന്ന് ഇത് വരച്ച് നോക്കാതെയോ അല്ലെങ്കിൽ ഇത് ആസിഡ് ചെയ്തോ ഒക്കെ അല്ലാതെ അറിയാനൊക്കത്തില്ല. കാരണം വെച്ചാൽ ഇതിന് 2 സ്ഥലത്തു നിന്ന് സീലും, അപ്പോൾ ഇതിനു വേണ്ടി തന്നെ പണിത് വന്നിരിക്കുന്നതാണെന്നൊക്കെ നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാനത്. ഇടപാടുകാരെ വിശ്വസിപ്പിക്കാൻ 916 മുദ്രകൾ ആലേഖനം ചെയ്ത ആഭരണങ്ങൾ നൽകിയാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. ഒന്നിലധികം ആളുകളെത്തിയാണ് ഇത്തരം ആഭരണങ്ങൾ സ്വർണമെന്ന വ്യാജേന പണയം വയ്ക്കുന്നത്. കേരളത്തിലാകമാനം സമാനമായ രീതിയിൽ തട്ടിപ്പുകൾ നടന്നു വരുന്നതായും ഇവർ പറയുന്നു. തട്ടിപ്പുകൾ നടത്തുന്ന സംഘത്തിലെ ചിലരുടെ ചിത്രങ്ങൾ CCTV ക്യാമറയിലൂടെ ലഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിനെ കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഇവർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും നൽകി. ഷദഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് 3-ാം ദിനം സാമൂഹിക രാഷ്ട്രീയ വിഷയ ചർച്ചകളാൽ മുഖരിതമായി. പ്രകാശ് രാജ്, സ്വാമി അഗ്നിവേശ് എന്നിവരുടെ സാന്നിധ്യവും വാക്കുകളും ഫെസ്റ്റിനെ ആവേശഭരിതമാക്കി. സമകാലീന സാഹിത്യവും രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങളിലെ ചൂടേറിയ ചർച്ചകളിലൂടെയാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് ശനിയാഴ്ച കടന്നുപോയത്. നാടിനെ വിഴുങ്ങാനൊരുങ്ങിയ നിപ്പയെ അതിജീവിക്കാൻ സഹായിച്ചവരെ കൈവിടില്ലെന്ന് നിപ്പയും പ്രളയവും എന്ന വിഷയത്തെ അധികരിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിന് ചില നിയമപരമായിട്ട് തടസ്സങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിപ്പ കാലത്ത് ജോലി ചെയ്ത ആരെയും അവിടുന്ന് ഒഴിവാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. താൽക്കാലികമായി വരുന്ന ഒഴിവുകളിൽ അവർക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. സമൂഹത്തെയും മനസ്സിനെയും ഉഴുതുമറിച്ച നാരായണ ഗുരു എന്ന വിഷയത്തിൽ സുനിൽ P ഇളയിടവും PV സജീവും പ്രഭാഷണം നടത്തി. കേരളീയ ചിന്തയിലെ കലാപകാരികൾ, ആധുനിക കേരളത്തിന്റെ ശില്പികൾ, ജുഡീഷ്യൽ ആക്ടിവിസവും ജനാധിപത്യവും തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. മഹാസഖ്യം സ്ഥാനാർത്ഥിയാക്കിയാൽ മോദിക്കെതിരെ മത്സരിക്കുമെന്ന് ഐ ആം നോട്ട് എ ഹിന്ദു എന്ന വിഷയത്തിൽ സംസാരിക്കവേ സ്വാമി അഗ്നിവേശ് പറഞ്ഞു. Modi is not going to contest from there. He is going to run away because he knows for sure he cannot win from Varanasi. But if ever he decides to contest from Varanasi, and if some of these Mahagathbandhan like Akhilesh and Mayawati, they are ready to adopt me as their common candidates, I will definitely contest against Modi, and I am very sure I will defeat him. 2019 BJP ജയിച്ചാൽ പിന്നെ അടുത്ത 50 വർഷം ആർക്കും താഴെയിറക്കാൻ സാധിക്കില്ലെന്ന BJP അധ്യക്ഷൻ അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ നടൻ പ്രകാശ് രാജ് രംഗത്ത് വന്നു. അങ്ങനെ പറയാൻ അമിത്ഷായുടെ തറവാട്ടു സ്വത്തല്ല ഇന്ത്യ എന്നായിരുന്നു പ്രകാശ് രാജിന്റെ പ്രതികരണം.
ആര് ഭരിക്കണമെന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമ്പോൾ ഒരു വോട്ടാണ് ലഭിക്കുന്നതെങ്കിൽ പോലും അതിനത്രയും മൂല്യമുണ്ടാകുമെന്നും അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് വന്നാൽ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്നും പ്രകാശ് രാജ് പറഞ്ഞു. ദ സൈലൻസ് ദാറ്റ് സോളോസ് അസ് എന്ന വിഷയത്തിൽ മീന ടി പിള്ളയും പ്രകാശ് രാജും നടത്തിയ സംഭാഷണത്തിലായിരുന്നു അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്. ഇന്ന് കേരളീയ ചിന്ത, സിലബസിലെ രാഷ്ട്രീയം എന്ന വിഷയത്തെ അധികരിച്ച് CJ ജോർജ്, TV മധു, ഷംസാദ് ഹുസൈൻ, അജിത് MS, ദിലീപ് രാജ് തുടങ്ങിയവർ സംസാരിക്കും. തൃക്കോട്ടൂർ, വയലാർ, തക്ഷൻകുന്ന് ദേശം ഭാവനയാകുമ്പോൾ എന്ന വിഷയവും, വധശിക്ഷ, നീതിയും നിയമവും, പാർശ്വവൽകൃത സമൂഹവും, നത്തിങ് മോർ ടു ലോസ്, കേരളീയ ചിന്തയിലെ കലാപകാരികൾ തുടങ്ങി ആധുനിക സമൂഹം നേരിടുന്ന വിഷയങ്ങളെല്ലാം ഇന്ന് ചർച്ച ചെയ്യപ്പെടും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം BS രാജീവ് അന്തരിച്ചു. ക്യാൻസർ ബാധയെ തുടർന്നാണ് മരണം. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മകരവിളക്ക് ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ ശബരിമലയിൽ പുരോഗമിക്കുന്നു. പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് ലാഹയിൽ പർണശാല കെട്ടി തങ്ങും. വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ റിനു ശ്രീധർ ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. റിനു, വിശദാംശങ്ങൾ. ആനന്ദ്, നാളെയാണ് മകരവിളക്കുത്സവം. നാളെ വൈകുന്നേരം 6 മണിക്കാണ് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇന്നലെ അയിരൂർ ക്ഷേത്രത്തിൽ ഇന്നലെ പുലർച്ചെ 4 മണിയോടുകൂടി പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര അയിരൂർ ക്ഷേത്രത്തിൽ തങ്ങുകയാണ് ചെയ്തത്. അവിടെ നിന്നും ലാഹയിലാണ് ഇന്ന് വൈകുന്നേരം എത്തി പർണശാല കെട്ടി വിരിവെച്ചിരിക്കുന്നത്. തുടർന്ന് നാളെ 6 മണിയോടുകൂടിയാണ് ഇവിടേക്ക് എത്തുന്നത്. അവിടെ നിന്നും തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡും അധികൃതർ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ച് ആനയിച്ചാണ് 6:30 ക്ഷേത്രനടയിലെത്തിച്ച് ദീപാരാധന നടക്കുന്നത്. ആ ദീപാരാധന സമയത്ത് ആണ് മകരജ്യോതി ദർശനമാവുക എന്നുള്ളതാണ്. വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് നമുക്ക് ഇന്ന് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയൊക്കെ സന്നിധാനത്തും മാളികപ്പുറത്തും ഒക്കെ തന്നെ കാണാൻ കഴിയുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് അവസാനവട്ട ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യോഗം 11 മണിയോടുകൂടി ചേരുന്നുണ്ട്. 12 മണിയോടുകൂടി മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, KSRTC കൃത്യമായി 900 സർവീസുകളാണ് മകരജ്യോതിയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നത് എന്നുള്ളതാണ്. 400 സർവീസുകളാണ് നിലവിൽ നടത്തുന്നതെങ്കിൽ 900 അധിക സർവീസുകൾ കൂടി മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നുള്ളതാണ്. മറ്റൊന്ന്, നിരവധി പേരാണ് പർണശാലകളും അതുപോലെ തന്നെ വിരിവെച്ചും വിവിധ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നത്. മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി 8 വ്യൂ പോയിന്റുകളാണ്, 8 ഭാഗങ്ങളിൽ നിന്നാണ് കൃത്യമായി മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡ്. മറ്റൊന്ന്, പ്രളയം ബാക്കി വെച്ച പമ്പയിലെ ഹിൽ ടോപ്പിൽ എല്ലാ തവണയും വിരിവെച്ചിരുന്ന് ദർശനം നടത്തുവാൻ, മകരവിളക്ക് ദർശനം നടത്തുവാനുള്ള അവസരമുണ്ടാകും. എന്നാൽ ഇപ്രാവശ്യം അവിടെ അപകട സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ദർശനം നടത്തുവാനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട്, എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് ദേവസ്വം ബോർഡ് ഇവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഒരുക്കുന്നു. മറ്റൊന്ന്, ആരോഗ്യ വകുപ്പ് കൃത്യമായി തന്നെ ആശുപത്രികളും മറ്റ് ഉദ്യോഗസ്ഥരെ, ഡോക്ടർമാരെയൊക്കെ വിന്യസിച്ചുകൊണ്ട് തിരക്കിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, പോലീസിന്റെ കാര്യമാണ്. പോലീസ് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ, അതായത് നാളെ മകരജ്യോതി ദർശനത്തിന് ഏകദേശം 4 മണി കഴിയുമ്പോൾ തന്നെ പമ്പയിൽ നിന്ന് ഇവിടേക്ക് കടത്തിവിടുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഉണ്ടാകും. കൃത്യമായി തന്നെ നിയന്ത്രിച്ചായിരിക്കും അവരെ മുകളിലേക്ക് കടത്തിവിടുക എന്നുള്ളത്. കാരണം അത്രയും അധികം തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ മുതലേ പർണശാലകൾ കെട്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട് അപകട സാധ്യതകൾ കണക്കിലെടുത്ത് കൃത്യമായി ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലാണ് സന്നിധാനത്തെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട. ആനന്ദ് പങ്കുവച്ചത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മകരജ്യോതി കാണാൻ ആയിരങ്ങൾ സന്നിധാനത്തും പരിസരത്തും പർണശാല കെട്ടി കാത്തിരിക്കുന്നു. സന്നിധാനത്തെത്തുന്ന എല്ലാ ഭക്തർക്കും വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ബോർഡും അറിയിച്ചിട്ടുണ്ട്. ഒരു തീർത്ഥാടന കാലത്തിന്റെ പരിസമാപ്തിയാണ് മകരവിളക്കുത്സവം.
പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നതും കാത്ത് ആയിരക്കണക്കിന് ഭക്തരാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ദിവസങ്ങൾക്ക് മുമ്പേ എത്തി കാത്തിരിക്കുന്നത്. ഞങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നത്. ഇന്ന് കാലത്ത് എത്തിയത്. എല്ലാവരും ഭക്ഷണം വെച്ച് ഇവിടെ ഇരിക്കും 3 ദിവസം. വളക്ക് കഴിഞ്ഞ് വളക്കിനെ പുലിമോട് പോകുന്നത്. அங்கே எருமையிலேருந்து பேட்டை சொல்லி காலை கட்டி ஆறு தடி வரோம், முக்குழி அழுதி மேலே மோடு பம்பையிலெல்லாம் குளித்து இன்னைக்கு காலையில் இங்கே வரோம். வந்து இனி திங்கக்கிழமை விளக்கு பார்த்துட்டு அப்புறம் கிளம்புவோம். വർഷം ജോലി കറക്റ്റാ பார்த்துட்டு പോകും. ഇതുവരെ കുഴപ്പമില്ല, ഇനി കുഴപ്പമില്ലാமல் இருக்கணும். ഞങ്ങൾ സ്വന്തം പാകം ചെയ്തിട്ട് ഇവിടെ താമസിക്കാൻ തയ്യാറെടുപ്പാണ്. 8 വ്യൂ പോയിന്റുകളാണ് മകരജ്യോതി ദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ പ്രളയം ബാക്കി വെച്ച പമ്പയിലെ ഹിൽ ടോപ്പിൽ ഇത്തവണ വിരിവെച്ചിരുന്ന വിളക്ക് ദർശിക്കാൻ അനുവാദമില്ല. എങ്കിലും ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ചിലപ്പോൾ മകര ജ്യോതി ദിവസം ദർശനത്തിനായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് എല്ലാ വർഷവും ഉള്ളതാണ്. അപ്പോൾ എല്ലാ വർഷവും ഉള്ളതിനേക്കാൾ ഒട്ടും കുറവില്ലാതെ മാത്രമല്ല, കുറച്ചുകൂടി കൂടുതൽ സൗകര്യങ്ങൾ വിനിയോഗിക്കാനും പറ്റും സന്നിധാനത്ത് ഉണ്ട്. പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര മകരവിളക്ക് ദിവസം ദീപാരാധനയ്ക്ക് മുൻപായി 18-ാം പടി കയറും. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന സമയത്താണ് മകരജ്യോതി ദർശനം. ഇതിനുശേഷമാണ് മകരസംക്രമ പൂജ. സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് കടക്കുന്ന സമയമാണ് മകരസംക്രമം. തിരുവാഭരണ ഘോഷയാത്ര പമ്പയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ മുതൽ തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ടാകും. ഇക്കുറി സംക്രമ പൂജയും കഴിഞ്ഞ് 8 മണിക്ക് ശേഷമായിരിക്കും തീർത്ഥാടകർക്ക് തിരുവാഭരണം ചാർത്തിയുള്ള ദർശനം സാധ്യമാവുക. വിരിവെച്ചും പർണശാല കെട്ടിയും കാത്തിരിക്കുകയാണിവർ. പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന അയ്യപ്പ ജ്യോതി ദർശിക്കുവാനായി. സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ അജിത്തിനൊപ്പം റിനു ശ്രീധർ.